കറുപ്പും വെളുപ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. തൃശ്ശൂരിലെ ഒരു ലാൻഡ് ജിഹാദി കേസിനെ പറ്റിയിട്ടാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത്. തൃശ്ശൂർ ദേശമംഗലത്ത് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ താമസിക്കുന്ന തിലകം എന്ന സാധു സന്യാസിനി സ്ത്രീയുടെ കഥയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ സ്ത്രീക്ക് ഇതേ സ്ഥലത്ത് പാരമ്പര്യമായിട്ട് കിട്ടിയ വസ്തുക്കൾ സഹോദരങ്ങൾക്കുള്ള വീതമൊക്കെ കൊടുത്തതിന് ശേഷം അവർക്ക് അവശേഷിക്കുന്നത് 5 സെൻറ്റ് വസ്തുവും ഓടിട്ട ഒരു വീടും മാത്രമാണ്. അവർ വളരെ കാലമായിട്ട് സന്യാസ ജീവിതം സ്വീകരിച്ച് സന്യാസ ചര്യയിലൂടെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ വീടിന് അടുത്ത് അവരുടെ ബന്ധുക്കളായിരുന്നു ആദ്യം താമസിച്ചെങ്കിലും അവരിൽ പലരും മറ്റു സമുദായക്കാർക്ക് ഈ വസ്തുക്കൾ വിൽക്കുകയും അവരൊക്കെ അവിടെ വീട് വയ്ക്കുകയും ചെയ്യുകയും അതിനകത്ത് ഉള്ള പലർക്കും ഈ വസ്തുവും കൂടെ അവരുടെ കയ്യിലാക്കി അവിടെ ഒരു മസ്ജിദ് കെട്ടണം എന്നുള്ള ഒരു ആഗ്രഹം വരികയും ചെയ്തു. അതിനു വേണ്ടിയിട്ട് അവർ പലപ്പോഴായിട്ട് ഈ സ്ത്രീയെ സമീപിച്ച് വളരെ തുച്ഛമായ തുകയ്ക്ക് അവർക്ക് മസ്ജിദിന് വേണമെന്ന് ആവശ്യപ്പെട്ടു. 50,000 രൂപ തരാം, നിങ്ങൾ മസ്ജിദിനല്ലേ വിട്ടു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത്, ഇത് എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വസ്തുവാണ്, എനിക്കത് വിൽക്കാൻ താല്പര്യമില്ല. എൻ്റെ മരണത്തിന് ശേഷം ഇത് ഒരു ആശ്രമമായിട്ട് കൺവെർട്ട് ചെയ്യണമെന്ന് അവർ കേരള ഗവർണറെ രേഖാമൂലം അറിയിച്ചിട്ടുള്ളതാണ്. ആയതുകൊണ്ട് എനിക്ക് ഈ വസ്തു വിൽക്കാൻ താല്പര്യമില്ല എന്നവർ പല പ്രാവശ്യം പറയുകയും ഇവരെ പിന്തുടർന്ന് വീട്ടിൻ്റെ ഓട് അവരില്ലാത്ത സമയത്ത് എറിഞ്ഞു പൊട്ടിക്കുകയും അവരുള്ള സമയത്ത് എറിഞ്ഞു പൊട്ടിക്കുകയും വീട്ടിൻ്റെ പുറത്തേക്ക് പടക്കമെറിയുകയും വീട്ടിൻ്റെ ചുവരുകളിൽ പവർ ഹോസ് വച്ചിട്ട് വെള്ളം ചീറ്റിച്ചിട്ട് ചുവരിനെ ഇടിക്കാനുള്ള ശ്രമമൊക്കെയാണ് അവിടെ നടന്നു വരുന്നത്. ഇതിൽ അവർക്ക് പരാതിപ്പെടാൻ വേണ്ടിയിട്ട് അവർ പോലീസ് സ്റ്റേഷനിൽ പോയി, കളക്ടറുടെ അടുത്ത് പോയി, മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി, ഗവർണറുടെ അടുത്ത് പോയി. ഈ പരാതികളെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് കിട്ടിയ മറുപടി, അവർക്ക് മാനസിക വിഭ്രാന്തിയുണ്ട്, അതുകൊണ്ട് ഈ പരാതി ഒന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല എന്നാണ് പോലീസ് കമ്മീഷണറുടെ മറുപടി. അതിൻ്റെ കോപ്പി ഞാൻ നിങ്ങളെ കാണിക്കാം. ആ തോന്നിയതൊക്കെ ഞാൻ എടുത്തു വെച്ചു കേട്ടോ. ചുമരിൻ്റെ മുകളിലേക്ക് ചാരി വെച്ചു. പിന്നെ അവർ കയറ് അഴിച്ചിട്ടിട്ടുണ്ട്. അതിന് ചാരി നമ്മളെ കയറ്റി വെച്ചേർന്നില്ലേ, അത് അവരഴിച്ചിട്ടുണ്ട്. അത് അവൻ കൊണ്ടുപോയിട്ട് അവൻ്റെ ഉമ്മയ്ക്ക് കൊടുത്തോട്ടെ. കാരണം വാപ്പയ്ക്ക് നേരമില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അവൻ പണിയെടുത്തോട്ടെ. എനിക്കിപ്പോൾ അങ്ങനെയൊക്കെ പറയാൻ തോന്നണം സാറേ, തമാശയല്ല. എല്ലാം കൊണ്ട് ഇവർ വല്ലാതെ എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അവർക്കിപ്പോൾ എന്നെ മനോരോഗിയായിട്ട് കിട്ടണം, അവർക്ക് എന്നെ ഷോക്ക് അടിപ്പിക്കണം, അവർക്ക് 10 ആൾക്ക് എന്നെ വിൽക്കണം, അല്ലെങ്കിൽ അവർക്ക് എന്നെ കാറടിച്ച് കൊല്ലണം. ഞാൻ ഇവിടുന്ന് പോയി കിട്ടണം, പോയാലും പോരാ, ചത്ത് കിട്ടണം എന്നുള്ളതാണ്. കാരണം അവർ ചെയ്തോടത്തോളം ദുഷ്ടതകൾ ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്, എല്ലാവരോടും. ആര് ചോദിച്ചാലും ഇവിടെ ചുറ്റുവട്ടത്തുള്ളവർക്ക് ഒരുവിധ ആൾക്കാർക്ക് അറിയാം. അതല്ലാത്ത എന്നെ അറിയുന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗതി കെട്ടു തുടങ്ങി എനിക്ക്, ഇനി രക്ഷയില്ല. ഞാൻ ഒച്ചയും വെള്ളം വയ്ക്കാനൊന്നും പോണില്ല, ഒന്നിനുമില്ല. ഞാൻ എടുത്തത് അവിടെ ചാരി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കഷ്ണം കൂടി ഇരിക്കുന്നുണ്ട്, അതും അവനെ പണ്ടാറടക്കി താഴത്തേക്ക് ഇരട്ടെ, അപ്പം അതും എടുത്ത് വെക്കാം. അല്ലാതെ ഇപ്പം ഞാൻ എന്താ ചെയ്യുക? എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത്തിരി പോന്ന ചെക്കനെ കൊണ്ട് ചെയ്യിക്കണതാണ്. അതാണെങ്കിലോ അവന് ഭയങ്കര ദേഷ്യം, എന്നെ കാണുന്നതേ ഇഷ്ടമല്ല. ഇപ്പോഴല്ല, അവനൊരു 10 വയസ്സുള്ള സമയത്ത് ഇവിടെ വന്ന് കൂടിയതാ, വീട് പണി കേട്ട്. ആ സമയത്തൊക്കെ ചാളി വലിച്ച് എൻ്റെ മുഖത്തേക്ക് എറിഞ്ഞിട്ടുണ്ട്. എന്തിനാ നിങ്ങൾക്ക് വീട്, എന്തിനാ നിങ്ങൾക്ക് ഈ വീടിൻ്റെ ഓട്, എന്തിനാ നിങ്ങൾക്ക് നായ, എന്തിനാ നിങ്ങൾക്ക് തുണി, ഇതിൻ്റെ കാക്കപ്പാപ്പനെ അങ്ങോട്ട് കൊടുത്തിട്ട് പോയിക്കൂടെ എന്ന്. അതേതാണ് ആ അപ്പൻ എന്നുള്ള പേര് എനിക്കറിയില്ല. കാരണം എൻ്റെ അറിവിൽ അവിടെ അവർ 3 പേരുണ്ട്, 3 പേർക്കും അങ്ങനെ ഒരു പേരില്ല. അതുപോലെ തന്നെ അവൻ്റെ തള്ള എൻ്റെ എണ്ണിക്കാക്കി കൊടുത്തു പൊക്കോളാൻ പറഞ്ഞു. അവളുടെ കെട്ടിയനെ ഹംസകുട്ടി എന്നാണ് വിളിക്കുക. കാരണം തള്ള അതെ, അവരുടെ കുടുംബക്കാരും അതെ. പിന്നെ ഒരു എണ്ണിക്കേതാ, അവളുടെ ഭർത്താവിൻ്റെ ഏട്ടനെ വിളിക്കേണ്ട ഉണ്ണിയൻകുട്ടിയെന്ന്. കാരണം അത് അവരുടെ അമ്മാമനെ വിട്ടിട്ടുള്ള പേരാ അത്.
ആ അച്ചാച്ചൻ്റെ പേര്. ആ മൂർഖനെ മാത്രമാണ് അങ്ങനെ വിളിക്കുന്നത്. അവനാണ് ഇപ്പം എന്നെ പണിയെടുക്കാൻ കിട്ടണം പറയണത്. എന്താ ഞാൻ ഇവരോടൊക്കെ പറയുക? എനിക്കറിയില്ല. സാറുമാർ ചെന്ന് വല്ലതും ചോദിച്ചാൽ സാറുമാർ കേസാക്കരുത് പറഞ്ഞിട്ട് അവരുടെ പോക്കറ്റിൽ പൈസ ഇട്ട് കൊടുക്കും. എന്നിട്ട് പറയും എനിക്ക് ഭ്രാന്താണെന്ന്. പിന്നെ കുട്ടികളല്ലേ, കുട്ടികൾക്ക് വിവരമില്ലാതെയാണ് അതൊക്കെ കാട്ടണത്. അപ്പം എന്തായാലും ഇനി ആരോടും ഒന്നും ചോദിക്കാനൊന്നുമില്ല. എന്താ ഗതികേടിൻ്റെ സമയത്ത് തലമുട്ടയടിച്ച് അന്ന് കല്ലുമഴയാണെന്ന് പറയണായിട്ടുണ്ട് പഴമക്കാർ. അതുപോലെ സാറ് എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നു. ഇനി നിർത്തിക്കോളൂ സാറേ, ഒരു വിഷമമില്ല എനിക്ക്. അവർ ജീവിക്കാൻ അനുവദിക്കില്ല. ഈ ഒരു വീട്ടുകാർ എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല. കാരണം ഉച്ച നേരത്തെ ഒരു ചുറ്റുവട്ടത്ത് ഒരാളും പുറത്തില്ല. ആ നേരത്താണ് ഈ കാട്ടിക്കൂട്ടണത്. ആർക്കെങ്കിലും അറിയോ? ആരെങ്കിലും കണ്ടോ? അപ്പം എല്ലാവരും അവരുടെ പങ്കല്ലേ. അതുപോലെ തന്നെയാണ് മന്ത്രവാദം ചെയ്യുന്നത്. ആർക്കെങ്കിലും അറിയോ? എന്നെ ഇല്ലായ്മ ചെയ്യാൻ. പ്രാഗിയിട്ട് ഒരു വഴിക്കായി. എന്നിട്ട് നിൽക്കാൻ വയ്യാതെ നേരം വെളിച്ചാകുമ്പോൾ അടുപ്പിൽ തീ പോകഞ്ഞ അപ്പം പറയും, ഇന്ന് പണ്ടാരത്തിന് ഇന്നലെ ആരോ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി ആരോ ഉണ്ട് അവിടെ ഇക്കിളി കൂട്ടാൻ ഇന്നലെ രാത്രി ആരോ ഉണ്ട്. ഇത് മാത്രമേ ഇവർക്ക് അറിയുള്ളൂ. ഇക്കിളി കൂട്ടിയാൽ മാത്രമേ നമ്മുടെ അവിടെ അരി വേവുള്ളൂ. എന്താ ഇതിനൊക്കെ സമാധാനം നമ്മൾ കൊടുക്കുക? എനിക്കൊന്നും കൊടുക്കാനില്ല. അതുകൊണ്ട് ഞാൻ എവിടെയും കംപ്ലൈൻറ്റൊന്നും ഇല്ല, എവിടെയും പരാതി പറയാനും ഇല്ല, എവിടെയില്ല. കൊല്ലട്ടെ അവര്. പക്ഷെ അവർക്ക് കൊല്ലുന്നതിന് മുമ്പേ എനിക്ക് മാനസികമായി അസ്വസ്ഥതയാക്കി എന്നെ ഷോക്ക് അടുപ്പിച്ച് അവർക്ക് കൊടുക്കണം 10 ആൾക്ക്. അവരത് ചെയ്താണ് എന്നെ കൊല്ലുള്ളൂ. കൊല്ലുവര്, അത് ഉറപ്പുള്ള കാര്യം. അതിന് യാതൊരു മാറ്റമില്ല. പോയ ഒരു വാക്ക് കിട്ടിയൊരു മുതലല്ലേ എന്നേ പറഞ്ഞ്. അത് എത്ര ആൾക്കാരോടായി അങ്ങനെ പറയുന്നു? ഒരു തമാശക്കത്രേ. നിനക്ക് തമാശയാണോ? ഇതൊക്കെ തമാശയാണോ? ഈ തമാശയൊക്കെ ചെയ്തിട്ട് അവർക്ക് എന്താ ഗുണം? ഹരേ കൃഷ്ണ. അതെ, എനിക്കിവിടെ ഒരു ചെറുതായിട്ടൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് തീർക്കാൻ എന്തെങ്കിലും ഒരു ഉപായം പറഞ്ഞു തന്നാൽ കൊള്ളാം. കാരണം ഇപ്പോൾ കുട്ടികളെ കൊണ്ടാണ് ചെയ്യിക്കണത്. സന്ധ്യ നേരത്തൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി. അപ്പൊ പിന്നെ ആരും അത്ര അധികം ശ്രദ്ധിക്കില്ല. എല്ലാവരും ടിവിയുടെ മുന്നിലല്ലേ. അങ്ങനെ ചെയ്തു വെച്ച് പോയാൽ പിന്നെ കാര്യം കഴിഞ്ഞല്ലോ. ഇപ്പോൾ ഓരോ വീട്ടുകളിൽ നിന്ന് ഓരോന്ന് ഏതും ചെരുപ്പ് മുറിച്ചിട്ട് കൊണ്ടുവരിക. നമ്മുടെ പൈപ്പ് മുറിക്കണ ആക്സ് കൊണ്ട് മുറിക്കുക. തലങ്ങും വലങ്ങും തന്നെ കീറിയിട്ട് കൊണ്ടുവന്നിട്ട് ഞാനും അവിടെ ഒത്തിരി പട്ട വാങ്ങിയിട്ടുണ്ട്. 100 രൂപ കൊടുത്തിട്ട് 2-3-4 ഉള്ളൂ. അതിൻ്റെ മുകളിൽ ഇപ്പം ഇന്നലെ ഞാൻ കണ്ണാലെ കണ്ടതാണ്. പുറത്തേക്ക് ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം കറണ്ട് ബില്ല് ഇനിയിപ്പോൾ ഇരട്ടിയാണ് വരിക. അപ്പോൾ ഞാൻ പുറത്തേക്ക് ലൈറ്റ് ഇട്ടിട്ടില്ല, ഉമ്മർത്ത് ലൈറ്റ് ഇട്ടില്ല. ഉമ്മർത്തൊരു 0 ബൾബാണ് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഈ LED-യുടെ 0 ബൾബ് കുത്തി വെച്ച് ആ വെളിച്ചത്തിലാണ് ഞാൻ തുണികളൊക്കെ കഴുകിയത്. വിരിക്കാൻ മറന്നുപോയിട്ട് അവിടെ വെച്ചതാണ്. അത് ഇട്ടുകൊണ്ട് നിൽക്കുന്നതിനിടയ്ക്ക് ഈ ഓലയിന്മേൽ ചവിട്ടണ പട്ടയുണ്ടല്ലോ, തെങ്ങുമട്ടയമ്മ ചവിട്ടണ ശബ്ദം കേട്ടിട്ട് കറക്റ്റം പൊന്തിച്ച് നോക്കിയപ്പോൾ ഒരു കരിക്കട്ട പോലെയുള്ള ഒരു ചെക്കൻ 2 ചെരുപ്പ് കൊണ്ടുവന്ന്, ഒരു കുഞ്ഞിയ ചെരുപ്പും ഒരു വലിയ ചെരുപ്പും കൊണ്ടുവന്നിട്ട് പട്ടണ മുകളിലും വെച്ച് അപ്പുറത്ത് വെച്ചിട്ട് തിരിഞ്ഞു നോക്കി. കുമ്പിട്ടെന്നാ തിരിഞ്ഞു നോക്കുക. ഞാൻ നോക്കണ്ടോന്നേ. കറക്റ്റം പൊന്തിച്ച് നോക്കി. ആരടാ അത് ചോക്കിലല്ല, ഓട്ടം. 4-5 ദിവസമായി ഇപ്പൊ തുടങ്ങിയിട്ടത്. ഇവന് പരീക്ഷ കഴിഞ്ഞ് പോയാലും ഇവൻ എവിടെ ചെന്നാലും ഈ തെണ്ടിത്തരം കാട്ടും. അവൻ ഉള്ളിൽ കിടക്കാനായിട്ട് ജനിച്ചതാണ്, അല്ലാന്ന് പറഞ്ഞൂടാ. ഞാൻ കുറേ പ്രാവശ്യം എടുത്ത് പഠിക്കലേക്ക് ആരുടെ ആയാലും വേണ്ടില്ല എടുത്തുകൊണ്ടോ കൊട്ടച്ചിട്ട് ഞാൻ പഠിക്കലേക്ക് എടുത്തിരുന്നു. ഇപ്പൊ ഇന്നലെ ആളെ എനിക്ക് മനസ്സിലാവണില്ല. ഇന്നലെ ഇങ്ങനെ സന്ധ്യമായപ്പോയിട്ട് ഇങ്ങനെ ഇരുട്ട് വീഴുന്നേ ഉള്ളൂ. ആ സമയത്ത് കുട്ടികളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിറ്റിട്ട് പോകണം. പട്ടി നായ്ക്കളെ അല്ല കാവലും എടുക്കേണ്ടതെന്ന്. രാത്രി 7 മണി കഴിഞ്ഞ് എൻ്റെ മുറ്റത്തും വളപ്പിലൊന്നും ഒരൊറ്റ നായ്ക്കളില്ല.
കാലത്ത് ഞാൻ പാല് വാങ്ങാൻ പോകുമ്പോ എവിടുന്നാ വരുന്നത്, അപ്പുറത്തൊരു പറമ്പ് കിടക്കുന്നുണ്ട്, എല്ലാം അവിടെ ഇങ്ങനെ കൊപ്ര ഉണക്കാൻ മരിച്ചിട്ട കൂടുതൽ പറഞ്ഞ പോലെ നായ്ക്കൾ ഇങ്ങനെ ചിന്ന പിന്നായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അവിടുന്നാണ് എന്നെ കാണുമ്പോൾ എണീട്ട് കൂടെ വരണത്. അപ്പൊ പിന്നെ എങ്ങനെയാ അവറ്റുള്ള സന്ധ്യ ആകുമ്പോ പോയി കിടക്കും അവിടെ. എൻ്റെ അവിടെ സന്ധ്യ ആകുമ്പോ നായ്ക്കളൊന്നുമില്ല. എൻ്റെ വീടിൻ്റെ ഉള്ളിലുള്ളതേ ഉള്ളൂ. എൻ്റെ വീടിൻ്റെ ഉള്ളിലുള്ള എൻ്റെ വലിയ നായനെ കൊന്നിട്ട് വേണത്രേ അതിനൊന്ന് കൊല്ലണം, അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും ആക്കിയിട്ട് എന്നെ ജയിലിൽ അടയ്ക്കണം. അതിനുള്ള പരിപാടിയാണ്. അപ്പോൾ അത് ഇവനെ കഞ്ചാവ് കൊടുത്ത് ചെയ്യിക്കാണ്, അല്ലാതെ സ്വമനസാല ചെയ്യില്ലല്ലോ. ഇന്ന് അതിനെ അവിടെ നിന്നിട്ട് ഇങ്ങനെ തുറിച്ച് നോക്കിയായിരുന്നു ആര് സമ്മാനം കൊടുത്താ പറഞ്ഞിട്ട്. എനിക്ക് ആര് സമ്മാനം കൊടുത്താൽ എന്ത് വേണം? ആക്സോബ്ലൈഡ് ഇട്ടിട്ട് ചെരിച്ച് എത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ച് എത്തിയിട്ട് ഓരോന്ന് പൊളിച്ച് ഓരോ കഷ്ണം കളഞ്ഞിട്ട് അവിടെ വെച്ചതാണ്. കണ്ണിന് നേരെ ഞാൻ കാണുകയാണ്. എനിക്ക് നുണ പറയേണ്ട ആവശ്യമില്ല. എന്താ അത് ചെയ്യേണ്ട ആവശ്യം? കുട്ടികളല്ലേ, കുട്ടികൾ 10-14 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് എന്താ ബുദ്ധിബോധമില്ലാത്തതാ? അവരുടെ അടുത്ത നായനെ ചവിട്ടി വേദനിപ്പിച്ചിട്ടാണ് ആ നായനെ കടിച്ചത്. ഞാൻ കണ്ടിട്ടാ നിക്കണത്. എന്നിട്ട് ഞാൻ അവനെ കുറ്റമല്ല പറഞ്ഞേ, നായക്ക് വേദനിച്ചു, നായ കടിച്ചു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അവൻ്റെ അമ്മ പറഞ്ഞു, നിങ്ങൾ നുണ പറയാതെ നിങ്ങൾ ശരി എന്താന്ന് സത്യമുള്ള കാര്യം ചോദിച്ചപ്പോൾ ഡോക്ടറല്ലേ സത്യമുള്ള കാര്യം പറഞ്ഞു, ഇനി ഒന്ന് കടിച്ചാലല്ലേ കാണിച്ചു തരാൻ പറ്റുള്ളൂ എന്ന്. അതേസമയം കത്തിയെടുത്ത് കുത്താൻ വന്നിട്ട് ഇതുപോലെ ആ കുട്ടിയുടെ ഈ ചെക്കൻ്റെ അമ്മാമ്മൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് പറഞ്ഞു നിർത്താൻ പറ്റില്ല, അവൻ്റെ അമ്മോട് പറഞ്ഞോളൂ എന്ന്. കാരണം അവർക്കും കൂടി മടുത്തിട്ടാണ്, അല്ലാതെ വേറൊന്നുമല്ല. ഇങ്ങനത്തെയാണ് കൂട്ട്. നല്ലവരായിട്ട് കൂട്ടുകൂടാൻ പഠിക്കണം. എന്നെ തല്ലണ്ട അമ്മാമ്മ, ഞാൻ നേരെയാവില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇപ്പൊ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ. എനിക്ക് അതിൽ വിഷമമൊന്നുമില്ല. നിങ്ങളിപ്പോൾ എന്നെ എന്ത് കാട്ടിയാലും എനിക്ക് വിഷമമില്ല. ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യും. എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ ചങ്ക് ഞാൻ മറിച്ചു കൊടുക്കുന്നേ അറിഞ്ഞ്. എപ്പോഴോ എന്നാൽ ചുറ്റുവട്ടത്ത് വേറെ ഒരാളുടെ വീട്ടിൽ കയറിയിട്ട് ചെയ്യണില്ലല്ലോ. പോരാത്തന്നെ ഒരു അധ്യാപികയുടെ മകനാ, എന്താ ചെയ്യാം. ആശ്രമത്തിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ചേനത്തണ്ടനെ രക്ഷിക്കാനായിട്ട് എന്നെ വിളിക്കുക. എന്നെ എടുക്കട്ടെ, ഇപ്പോൾ വിളിക്കാട്ടോ. അവിടെ കെട്ടിയിട്ടുള്ള കയറും ആ കഷ്ണമൊക്കെ താഴത്തേക്ക് വീണിട്ടുണ്ട്. ആ കമ്പൊക്കെ കെട്ടിയതൊക്കെ കെട്ടൊക്കെ അഴിച്ച് വെച്ചിരിക്കുന്നുണ്ടില്ലേ, ഇത് അവരുടെ അതിൻ്റെ മുകളിലേക്കാണ് കയറ്റി വെച്ചിരിക്കുന്നത്. ഇനി എത്ര കൊണ്ടും ബാക്കിയുണ്ടോ നോക്കൂ. എന്തിനാ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നത്? അതും നല്ലൊരു ഷീറ്റ്. ഞാൻ അടുത്തത് അത് താഴത്തേക്കാണ് കേട്ടോ വീഴാൻ നിൽക്കുന്നത്. അതുപോലെയാണ് അതും ഉണ്ടായിരുന്നത്. വലിച്ചതാണ് അവിടുന്ന്. വലിക്കണ ശബ്ദം കേട്ടിട്ട് ഞാനും കതക് തുറന്ന് ചെന്നപ്പോൾ ഓട്ടം. എന്തിനാ ഇതിന് നിൽക്കണത്? അല്ല നാളെ വീടിൻ്റെ ജനലൊക്കെ കുത്തിപ്പൊളിച്ച് അകത്തേക്ക് കിടക്കില്ലേ? ഇല്ലയെന്ന് ആര് കണ്ടു? എന്നിട്ട് അവര് തന്തിയും തള്ളിയും പറയില്ലേ കുട്ടികൾക്ക് വിവരമില്ലാഞ്ഞിട്ടാണ്, എൻ്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന്. അവിടെ അതാ ഒരു കഷ്ണം പൊട്ടിയിട്ട് അത് എൻ്റെ മേത്തേക്കാണ് വീണേ. ഇപ്പൊ സന്ധ്യ ആകുമ്പോ ഒരു 7:30-8 ആയിട്ടുണ്ടാവും. ആ സമയത്ത് വീണതാണ്. ഒരത്തിലാ വീണ, നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട്. അതുകൊണ്ട് കുത്തിക്കൊണ്ട് ഭയങ്കര വേദനയായി. അതങ്ങനെയാണ്ട് ലാറ്ററിൻ്റെ ഉള്ളിൽ വീഴുകയും ചെയ്തു. ക്ലോസറ്റിലേക്ക് വീണു. അത് 20 വയസ്സ് പ്രായമുള്ള തിലകം എന്ന സന്യാസിനിയുടെ അയൽക്കാരായിട്ട് ജീവിക്കുന്നത് അൽഹിദ ക്വാർട്ടേഴ്സിലെ അതിൻ്റെ ഓണറായിട്ടുള്ള ഹംസക്കുട്ടി, ഷെറിൻ ടീച്ചർ എന്നുള്ളവരാണ്. ഈ വസ്തു കൈക്കലാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നത് സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ മേൽവിലാസവും ഞാൻ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഇത്രയും സാംസ്കാരികമായിട്ട് നമ്മൾ ഒന്നാമതെന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ ഈ ഒരു അവസ്ഥയാണ് ഈ സ്ത്രീക്ക് ഉണ്ടാകുകയാണെങ്കിൽ അവരാരോട് പരാതി പറയും? 70 വയസ്സ് കഴിഞ്ഞ ഈ സാധു സ്ത്രീക്ക് കേരളത്തിലെ മത തീവ്രവാദികളിൽ നിന്നും രക്ഷ നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ സ്ത്രീയുടെ അന്തസ്സിനും അവരുടെ സെക്യുലറിസത്തിനും, നമ്മൾ എപ്പോഴും പറയുന്നതാണ് നമ്പർ 1 കേരളം എന്ന് പറയുന്ന കേരളത്തിന് നാണക്കേടായ ഒരവസ്ഥയാണ് ഇവിടെ പോലീസും സർക്കാരും ഭരണകൂടവും ചെയ്യുന്നത്. ഈ സ്ത്രീക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ശബ്ദിക്കുക.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. അധികാരപ്പെട്ടവർ കൃത്യമായ നടപടിയെടുക്കുന്നതിന് വേണ്ട സഹായങ്ങൾ നിങ്ങൾ എല്ലാവരിൽ നിന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സാധു സ്ത്രീയെ സഹായിക്കുക. നന്ദി, നമസ്കാരം.